ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാല് പോലുള്ള ഒരു ലെമൺ ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തെ ചൂടൊക്കെ മാറാനായിട്ട് നല്ല അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസാണ്. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളുടെ ഈ ഒരു നാരങ്ങ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ വലുപ്പത്തിലുള്ള ചെറുനാരങ്ങ എടുത്താൽ നമുക്ക് ഏകദേശം ഒരു 3 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നാരങ്ങയുടെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരു വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരു വീണ് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കുരു മാറ്റിയിട്ട് നീര് മാത്രം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ടൊന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് ഞാനൊരു 2 പിടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കരുത്. നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് നരഞ്ഞ് അതിൻ്റെ ആ നീരൊക്കെ കിട്ടണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല തണവോട് കൂടി തന്നെ നമ്മളിത് കുടിക്കാൻ നോക്കാം. പിന്നെ ഇത് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈമൊന്നും വെക്കരുത്, അടിച്ച് അപ്പം തന്നെ കുടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. നല്ല തണവോട് കൂടി കുടിക്കാനാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ടേസ്റ്റ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നല്ലൊരു അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾ നാരങ്ങ ജ്യൂസ് പല തരത്തിലും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്